2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ചൂടായ തവയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചായിട്ടില്ലെങ്കിൽ കുറച്ച് 2 സ്പൂണും കൂടെ ഒഴിക്കുക. അതിന് ശേഷം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് കറക്കുക. അതിന് ശേഷം നല്ലപോലെ തേങ്ങ ഇട്ട് കുറ്റിയിലേക്ക് തേങ്ങ ഇതിടുക. അതിന് ശേഷം ഇതിനിടയ്ക്കൊരു ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഇല, അതിൻ്റെ ഒരു 2 പീസ് ഇതിനിടയ്ക്കിടുക. താഴെ ഇടാം അല്ലെങ്കിൽ മുകളിലിടാം. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ പിന്നെയും തേങ്ങ ഇടുക, പിന്നെയും ഗോതമ്പ് പൊടി ഇടുക, പിന്നെ മുകളിലായിട്ട് തേങ്ങ ഇടുക. കുക്കറിൻ്റെ മുകളിൽ വെച്ച് അവിയിടുക, അല്ലെങ്കിൽ മറ്റേ കുറ്റിയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും പുട്ട് വേവിച്ചെടുക്കുക. ആ വേവിക്കുന്ന വെള്ളത്തിലും ഈ ലെമൺ ഗ്രാസിൻ്റെ 2 ലീവ്സ് ഇടുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ പുട്ടിന്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി. വളരെ ടേസ്റ്റിയാണ് ഈ ഗോതമ്പ് പുട്ട്. ഇത് വേണമെങ്കിൽ കറി ഇല്ലാതെ വരെ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടും മയമുള്ളതായിട്ടും ഇരിക്കും. പിന്നെ അധികം വെള്ളം വേണ്ട. പെട്ടെന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ്സ് കറക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മേളിൽ പറഞ്ഞിരിക്കുന്ന വേറെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കടലക്കറിയും കൂട്ടി കഴിക്കുക. വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇത്. ഗോതമ്പ് പുട്ടും കടലക്കറിയും അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഫില്ലിംഗ് ആണ്. തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഹാവ് എ നൈസ് ബ്രേക്ക്ഫാസ്റ്റ്.